എന്തിനാ നമ്മളിവിടെ വന്നേക്കുന്നത് പറഞ്ഞു? ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഞാൻ എണ്ണീല. ഗൈസ് ഓരോരുത്തർക്കും ഓരോ വർക്കാണ്. കുട്ടിയുടെ വീട് വൃത്തിയാക്കുന്നു, ഞങ്ങളുടെ ഒരു പിച്ച് വൃത്തിയാക്കണം. പിന്നെ ഡബിളൊക്കെ പൊന്തിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടാവും. ഡബിളൊക്കെ പൊന്തിക്കാൻ പറ്റിയാൽ ഭാഗ്യം. ഗൈസ് മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് കുടയില്ല. എന്തിനാ നമ്മളിവിടെ വന്നേക്കുന്നത് പറഞ്ഞു? കണ്ണാടിയുടെ അല്ല, ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് കണ്ണാടി എടുത്തോളാം. എനിക്ക് നേരത്തെ കണ്ണാടി ഉണ്ടായിരുന്നത് കാണുന്നില്ല. പ്രൊഫഷണൽ അച്ചു ഇങ്ങനെ ഇങ്ങനെ കാണാൻ കണ്ണാടി ഊരെത്താൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫുൾ ടൈം തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണാടി ഇഷ്ടമല്ല. പിന്നെ എൻ്റെ കണ്ണുമായിട്ട് ഈ കണ്ണ് കാണത്തില്ല. അത് മാറാൻ പറ്റും കളയുക. നിങ്ങളെല്ലാവരും ഹെൽത്ത് നോക്കും. ഇതിന് നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി ഇട്ടത്. കാരണം എൻ്റെ കണ്ണ് പോയാൽ ഇതിലേക്ക് ജീവിതത്തിലേക്ക് മുന്നേറാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ആരോഗ്യമാണ് നോക്കേണ്ട ആദ്യം. അത് കഴിഞ്ഞിട്ടെത്തും. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കുട്ടിയോ? ഞാൻ എണ്ണീല. എന്നോട് വന്ന് പറഞ്ഞു ഇത് കുടിക്കാന്ന്. ഇവിടെ ഞാനിപ്പോൾ അറിഞ്ഞത്. നേരത്തെ കണ്ടുകൊണ്ട് കുടിക്കാം. കണ്ണൂർ ഇഷ്ടം പോലെ ഇല്ലേ? ഇഷ്ടം പോലല്ല, ഇഷ്ടം പോലെ. തൊട്ടാണ് കയറിയപ്പം കുടിക്കാൻ. നേരത്തെയാണ് പോയത് അതോ താമസിച്ചാണ് കിട്ടിയത്? നേരത്തെ പോയിട്ട് എങ്ങനെ കിട്ടിയത്? നട്ടുച്ചയ്ക്ക് വേഗം കിട്ടും. ചട്ടപ്പട്ടേന്ന് അവിടെ ഭയങ്കര ആൾക്കാരാണെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇത്ര പേരുള്ളൂ. കണ്ണൂർ ചെല്ലുമ്പോൾ നല്ല ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഗൈസ് ഓക്കെ. ആകാംക്ഷയാണ്. കാരണം അവൻ്റെ വീട്ടുകാരാണ് കുറേ കണ്ടത് ഓർത്തിരിക്കുകയാണ്. സംഭവത്തിൻ്റെ പേര് കണ്ണൂർ കൊക്ക്. അതെങ്ങനെ ഉണ്ടായിരുന്നു? മുത്തൂട്ടി എന്നും കുടിക്കുന്നതുകൊണ്ട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതാണ്. ഇവിടുത്തെ ഇച്ചിരി ഐസ്ക്രീം കൂടുതലാണ്. വാവ്, സൂപ്പർ ഡെലിഷ്യസ്. ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മൊത്തം കുടിച്ച് തീർക്കാൻ പറ്റില്ല. ഞാൻ അത് വലിയ ക്ലാസ്സിലാണ് വന്നത്. ഇങ്ങനെ ഫുള്ള് കുടിച്ച് തീർക്കുക. അത് നമുക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ എന്തും കുടിക്കും. എന്നല്ല കുടിക്കും. പക്ഷെ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇതിനു മുന്നേ ഞാൻ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്ത ഫസ്റ്റ് ടൈം വയസ്സ് ഇങ്ങനെ തന്നെയായിരുന്നു. അവർക്കും കുടിച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറ്റം പറയുന്നില്ല. ഞാൻ തന്നെയാണ് മൊത്തം കുടിച്ചത്. ഞാൻ കുറച്ച് അത് ഒരു ഗ്ലാസിൻ്റെ പകുതി കുടിച്ചിട്ടില്ലേ? അതെ, ബാക്കി പകുതി ഞാൻ കുടിച്ചു. അപ്പം 1.5 ഗ്ലാസ് 110 ഒരു 2 വയസ്സിൽ കുടിച്ചു. ഗൈസ് ഇത് നമുക്ക് ക്രോസ് ചെയ്യണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഗൈസ് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഭയങ്കര വണ്ടിയാണ്. നമ്മളപ്പം ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് കാണാം. ബസ് എത്തിയിട്ടുണ്ട്. ഗൈസ് ഓരോരുത്തർക്കും ഓരോ വർക്കാണ്. കുട്ടിയുടെ വീട് വൃത്തിയാക്കുന്നു, ഞങ്ങളുടെ ഒരു പിച്ച് വൃത്തിയാക്കണം. ഹെഡ്ഫോൺ അതിൻ്റെ ആവശ്യമില്ല വൃത്തിയാക്കാൻ. നോക്കട്ടെ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണിച്ചുതരാം. നിങ്ങൾ അപ്പനെ കുറച്ച് ദിവസം കാണുന്നില്ലായിരുന്നല്ലോ. അപ്പു ഗൈസ് ഞങ്ങളുടെ രണ്ടുകൂടെ മുത്തൂട്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോയി ചൂടെടുത്തിട്ടോടാ. ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ എടുത്തിട്ടോ? പോയി ചൂടെടുത്തിട്ടോടാ. ഈ ശിവന്റെ മടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അറ്റമാണ്. ഞാൻ പോയി ചൂടെടുത്തിട്ടാ ഗൈസ്. ഓക്കെ അടിച്ചോ പ്രശ്നം മഴ. മഴ പ്രശ്നമാവുമോ? നാളെ ഞങ്ങൾക്ക് കളിക്കണം ഗൈസ്. കളി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യും. ഇതെന്ത് എന്തായാലും നിന്റെ അടിച്ചു വാര്. എങ്കോ ഈ വിച്ചാണ് ഫുള്ള് വൃത്തിയാക്കി, കുഴപ്പമൊന്നുമില്ല. തുടങ്ങിക്കോ. കൈ വെച്ചോളാണ് അതൊക്കെ. എന്താ ഇവിടുന്ന് അങ്ങ് പോട്ടെ. തുടങ്ങ്. ഈ മടലൊക്കെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചോ, ബോള് പോകാതിരിക്കാനേ. സപ്പുന് കുറച്ച് ദിവസം ഭയങ്കര മടി അല്ലടാ.
നിങ്ങൾക്ക് ഭയങ്കര മടിയല്ലേ? ഒരു പണി പറഞ്ഞാൽ ചെയ്യില്ല. അനങ്ങില്ല, മേലെ അനങ്ങില്ല ഇവൻ്റെ. അടിച്ചടിക്കും. എൻ്റെ പൊന്നു ടീമെ ആ സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങ്. ഗായ്സ്, മുത്തൂട്ടി ഒരു ചാക്കുമായിട്ട് വരുന്നുണ്ട്. ഇതവിടെ കൊണ്ട് നിക്ഷേപിക്കാനായിരിക്കും അല്ലേ? അതെ ഗായ്സ്. ഇതിനകത്ത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചെന്നാ പോലെ കുറെ കരിയിലും പ്ലാസ്റ്റിക് ഇല്ലല്ലോ. ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാം. വീഡിയോ എടുക്കാൻ അനിയും വേണ്ടേ? ഞാൻ പറഞ്ഞ താഴെ കടിക്കേ. എന്റെ ദൈവം, ഇതാ എടാ മരയെ കടിച്ചു പറടാ. കാലമൊത്തിരി തരികിലിത്തിരി വേണ്ട വെച്ചതും കടിച്ചും പിടിച്ചും കാലക്കേടാണ്. നേരമൊത്തിരി വിടലിനി കാലമൊത്തിരി തരികിലിത്തിരി വേണ്ട വെച്ചതും കടിച്ചും പിടിച്ചും കാലക്കേടാണ്. അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഒരു ഷോയാ. ഞാൻ അടിച്ചു വരികയാണ്. നമ്മൾ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, കുട്ടിയുണ്ട് ഗൈസ്. ഇപ്പോൾ സമയം നോക്കുവാണെങ്കിൽ 8:30 അല്ല 8:30 അല്ല 7:30. ഓക്കെ ആ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി അല്ലേ? ഇപ്പം നമ്മൾ കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടാണ് ജിമ്മിലേക്ക് പോകുന്നതെങ്കിലും ഞാൻ ഒരാഴ്ചയായി ജിമ്മിൽ പോയിട്ടാണ് നമ്മളിപ്പോൾ ജിമ്മിലേക്ക് പോകുന്നതെങ്കിലും താമസിച്ചാണ് വരാറ്. ആ ശരിയാ, ജിമ്മിൽ ഞാൻ എങ്ങോട്ടോ പറഞ്ഞു പോകുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയായി ജിമ്മിലൊക്കെ പോയിട്ട്. പനിയായിരുന്നു. അതുകൊണ്ട് മുത്തൂട്ടി എത്ര ദിവസം പോയി? ഒരു ദിവസം മിസ്സാക്കി. എനിക്ക് പനിയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഡമ്പലൊക്കെ പൊന്തിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടാവും. ഡമ്പലൊക്കെ പൊന്തിക്കാൻ പറ്റിയാൽ ഭാഗ്യം ഗൈസ്. അപ്പം നമുക്കിനി ജിമ്മിലെത്തിയിട്ട് കാണാം. ഓക്കെ അല്ലേ? അതെ ഗൈസ്, ഞാൻ ഒരാഴ്ച 1 വീക്ക് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഡമ്പലൊക്കെ പൊന്തിച്ചാൽ ഭാഗ്യം ഗൈസ്. ഇനി വർക്കൗട്ട് ചെയ്യണം. എനിക്ക് ഡബിൾ പൊന്തിക്കാൻ പറ്റുമെന്ന് കാരണൂടാ അല്ലേ? മസിൽ കാണിച്ചേ, നമുക്ക് മസിൽ വരും. അതിന് നമ്മളൊരു പിരിഞ്ഞു കൊടുക്കും. മസിൽ വന്നിരിക്കും. അതെ, ഇവിടെ ഉണ്ടാവും പോലെ സംഭവിക്കുന്ന കുറച്ച് വരും. 3 മാസം ഞങ്ങൾ 2 പേരും. ആ ഗൈസ്, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കാണാൻ ചാർജ് ഉണ്ടെങ്കിൽ കാണാം. അപ്പം ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ബൈ. போக நெஞ்சு புண்ணா கிடந்தே ஒப்பாகம் போகும் பாத வழி மண்ணா கிடந்தே காலகாலம் தாண்டி உயிர் ஊரக்கணிதே ராச ராச வந்தா നമുക്കിതൊരു പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. തോന്നുന്നു മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് കുടയില്ല. മുത്തൂട്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാനാണ് ഓർമ്മിപ്പിക്കുന്നത്. മുത്തൂട്ടി ഇതൊക്കെ ഓർക്കണ്ടേ? ഞാൻ ഓർമ്മിച്ചില്ല. മുത്തൂട്ടി എടുക്കുമായിരുന്നു. ഇല്ല, ഇപ്പൊ വലിയ മഴയില്ല. പക്ഷെ എപ്പോഴാണ് വലിയ മഴ പെയ്യുന്നത് പറയാൻ പറ്റൂല അല്ലേ? വലിയ മഴ നമ്മൾ എത്തുന്നവരെ പെയ്യില്ല. മണ്ഡലത്ത് ആരുമില്ല. ഇപ്പൊ മണ്ഡലം ടൗണിൽ ഇപ്പൊ ആരുമില്ല അല്ലേ? നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുള്ള നമ്മള് രാത്രികളിൽ ഇതൊക്കെ ഡെയിലി ഉള്ള ഒരു റൊട്ടീൻ പോലെയാണ്. അതെ, എല്ലാ ദിവസവും തന്നെ ഞങ്ങള് ഇതുപോലത്തെ വിജനമായ കാണാറുണ്ട്. അതെ, നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഗായ്സ്, ആ സംഭവം കണ്ടിട്ട് മനസ്സിലായി. ബൗ ആണ്. ബൗ. അയ്യോ, ബൗ പേരുള്ളതാണ്. ഞാൻ ക്യാമറ അടിച്ചിട്ടായാൽ എന്റെ ക്യാമറ ആയിട്ട് പുറകെ പകലുകൾ സന്ധ്യകൾ. കുട്ടിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പാട്ട് പാടുന്നത് അല്ലേ? സോ നമ്മുടെ സൂപ്പർബിസ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ ചാനലാണ്. ബട്ട് അത് 2 വർഷമായിട്ട്
പാട്ട് പാടുന്നൊന്നുമില്ലായിരുന്നു. ഈ ഇടയ്ക്ക് കണ്ടാണ് ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങിയായിരുന്നു. ബട്ട് പേരാലിലെന്നെ തിളക്കാനടിച്ച അണിനിന്റെ പേര് പെട്ടത് മൂട്ടം പോലും ഞാൻ. പേരാലിലെന്നെ തിളക്കാനടിച്ച അണിനിന്റെ പേര് പെട്ടത് മൂട്ടം പോലും ഞാൻ. അരികിൽ വാങ്ങി അതര മധുരം എനിക്ക് താങ്ങി സ്വർഗവാതിൽ നീ എന്റെ എന്റെ ദാഹം തീർക്കും പാനി എൻ മോഹം തീർക്കുമോ നീയും. മോണലോവയെ മോഹലാവയെ പ്രേമലീലയെ എന്റെ നാളയെ മോണലോവയെ. ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. സോ മാക്സിമം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് നിങ്ങളൊന്നും കാണാത്തത് കേട്ടോ. ബെൽ ബട്ടൺ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ മാത്രം ഓൺ ആക്കി ഇടുക.